ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നെങ്കിലും വരും ദിവസങ്ങളിൽ വി.ഡി. സതീശന് നേരിടേണ്ടി വരിക കടുത്ത വെല്ലുവിളികളാണ്. പാർട്ടിയിലെ പ്രബല വിഭാഗവും ഭൂരിഭാഗം എം.എൽ.എമാരും എതിർചേരിയിൽ നിൽക്കുമ്പോൾ വി.ഡി. സതീശന് അതിജീവനം എളുപ്പമാവില്ല. കോൺഗ്രസ് എം.എൽ.എമാരിൽ ഭൂരിപക്ഷവും കെ.സി. വേണുഗോപാൽ പക്ഷത്ത് നിലയുറപ്പിച്ചവരാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് പറയുമ്പോഴും വേണമെങ്കിൽ എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി സ്ഥാനവും വിട്ടു നൽകാമെന്ന മറുപടിയിലൂടെ കെ.സി. വേണുഗോപാൽ തന്റെ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. തീർത്തും മുറിവേറ്റ അവസ്ഥയിലാണ് കെ.സി. വേണുഗോപാൽ എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എം.എൽ.എമാർ ഒറ്റക്കെട്ടായി ഒപ്പം നിന്നതോടെയാണ് കെ.സി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നീക്കം ശക്തമാക്കിയത്. എന്നാൽ ഇതിന്റെ പേരിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന താൻ വളരെ മോശക്കാരനായി കേരളത്തിൽ ചിത്രീകരിക്കപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തെ നിരാശനാക്കുന്നത്. സ്ഥാനമോഹിയും RSS അനുകൂലിയുമെല്ലാമായി ലീഗുകാർ കെ.സി. വേണുഗോപാലിനെ ചിത്രീകരിച്ചു. ഭരണമില്ലാതെ പ്രതിസന്ധിയിലായ UDF-ന് തിരഞ്ഞെടുപ്പ് ഫണ്ട് ഉൾപ്പെടെ സമാഹരിച്ച് നൽകിയിട്ടും വില്ലനായി മാത്രം ചിത്രീകരിക്കാൻ ചിലർ ശ്രമം നടത്തിയെന്നാണ് കെ.സി. അനുകൂലികൾ പറയുന്നത്. ചോര കൊണ്ടെഴുതിയ രാഷ്ട്രീയ ജീവിതമാണ് കെ.സി. വേണുഗോപാലിൻ്റെതെന്ന് അണികൾ പറയുന്നു. KSU പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയതും നിരവധി പോരാട്ട മുഖങ്ങളിലെ സജീവ സാന്നിധ്യമായതും കെ.സി. ആയിരുന്നു. RSS സ്റ്റാറിനായി ഉൾപ്പെടെ കെ.സിയെ ലീഗുകാർ ചിത്രീകരിക്കുമ്പോൾ മൗനം കൊണ്ട് വി.ഡി. സതീശൻ പിന്തുണ നൽകുകയായിരുന്നുവെന്നാണ് കെ.സിയെ അനുകൂലിക്കുന്നവരുടെ വിമർശനം. കെ.സി. വേണുഗോപാൽ മാത്രമല്ല, അദ്ദേഹത്തെ അനുകൂലിച്ച എം.എൽ.എമാരെ ഉൾപ്പെടെയാണ് ലീഗ് പ്രവർത്തകർ നേതൃത്വത്തിന്റെ അറിവോടെ വേട്ടയാടിയത്. കെ.സി. പക്ഷത്ത് നിൽക്കുന്ന ഈ എം.എൽ.എമാർ ഉയർത്തുന്ന വെല്ലുവിളികളായിരിക്കും ഇനി വി.ഡി. സതീശൻ നേരിടേണ്ടി വരിക. പഴയ ഗ്രൂപ്പ് പോരിനുപരി ഭരണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ആഭ്യന്തര കലാപം വരെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. ഇതിനൊപ്പമാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട് വിജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ നിൽക്കുന്ന ലീഗുമായി ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ. കോൺഗ്രസ് എം.എൽ.എമാരിൽ ഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിനൊപ്പം നിലയുറപ്പിച്ചിട്ടും വി.ഡി. സതീശന് അനുകൂലമായി കാര്യങ്ങളെ എത്തിക്കുകയായിരുന്നു ലീഗ്. ഘടകകക്ഷികളിൽ ഉൾപ്പെടെ ലീഗ് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തി. ലീഗ് അഴിച്ചുവിട്ട വി.ഡി. സതീശൻ തരംഗത്തിൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും അകപ്പെട്ടതോടെ ജനവികാരം വി.ഡി. സതീശനൊപ്പമാണെന്ന് വരുത്തി തീർക്കാൻ സാധിച്ചു. വി.ഡി. സതീശനിലേക്ക് അധികാരം എത്തിയെന്ന് വ്യക്തമായതോടെ NSSനും SNDPക്കും എല്ലാം എതിരായി മുദ്രാവാക്യങ്ങളുമെല്ലാമായി ലീഗ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.